Hi, welcome to my channel Cosmic Side. This is Shyam S. Sundar with you. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പാരാസൈക്കോളജിക്കലി ഉള്ള ഒരു കാര്യമാണ്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാനതാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുന്നതിന് മുമ്പ് പ്രപഞ്ചമായിട്ട് തന്നെ നമ്മളിലേക്ക് പല കാര്യങ്ങളും നമുക്ക് അനുഭവവേദ്യമാകത്തക്ക രീതിയിൽ കൊണ്ടുതരാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് കോൾഡ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, അതായത് മരണത്തിന് മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ്. ഞാൻ 2010 ഞാൻ ദുബായിൽ ഫ്ലാറ്റിലെ ഒരു റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അടുത്ത റൂമിൽ ചേച്ചിയുണ്ട്. അപ്പം ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് രാത്രിയിലെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഒരു 10-11 മണിയായി കാണും. ഞാൻ കിടന്നു, ലൈറ്റ് ഓഫാക്കി. അപ്പോൾ അടുത്ത റൂമിലെ ചേച്ചിയുണ്ട്. ചേച്ചിയും കിടന്നെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. എനിവേ ഞാൻ ലൈറ്റ് ഓഫാക്കി കിടന്നു ഒരു 5 മിനിറ്റ് ആയപ്പം എൻ്റെ ബോഡി മൊത്തത്തിൽ വൈബ്രേറ്റ് ആയ ശേഷം എൻ്റെ ഈ ശരീരത്തിൽ നമ്മൾ ഡ്രസ്സ് ഊരിക്കളയുന്ന പോലെ എൻ്റെ ഇതേ രൂപത്തിലുള്ള ഒരു സ്കെലിറ്റൽ ബോഡി എൻ്റെ ശരീരത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു. ഈ ബോഡി ഉയർന്ന് മുകളിൽ പോയി, അതായത് ആ റൂമിൻ്റെ റൂഫിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ താഴെ ഞാൻ കിടപ്പുണ്ട്, മുകളിൽ ഞാൻ നിൽപ്പുണ്ട്. അപ്പോൾ ഈ രണ്ട് ബോഡിയും കൂടെ കണക്ട് ചെയ്തൊരു നല്ല വെള്ള കളറുള്ള പ്രകാശം ഈ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തിങ്ങനെ നിൽപ്പുണ്ട്. അപ്പം ഞാനൊരു മഹാ അത്ഭുതമായി പോയി. ഞാൻ മേളിൽ നിൽക്കുന്നു, എനിക്ക് മേളിൽ നിന്നോട് താഴെ കിടക്കുന്ന എൻ്റെ ഈ യഥാർത്ഥ ശരീരത്തെ കാണാം. അപ്പം ഇങ്ങനെ കഴിയുമ്പോൾ ഞാൻ ഇതെന്താ സംഭവം? ഏറ്റവും ലാസ്റ്റ് എനിക്ക് ഈ ബോഡിയിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റുന്ന എനിക്ക് ഭയമായി പോയി. അപ്പം പെട്ടെന്ന് തന്നെ ആണെങ്കിൽ എനിക്ക് ആ കോൺഷ്യസ് ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നതാണ് പ്രകൃതിയാണ്, അത് ഹ്രീങ്കാരമാണെന്നും നമ്മുടെ ആത്മാവെന്ന് പറയുന്നതാണെങ്കിൽ അത് ശിവനാണ്, ഓങ്കാരമാണെന്നും എനിക്കത് മനസ്സിലായി. അപ്പം നേരത്തെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം പ്രകൃതിയും പുരുഷനും കൂടെ ചേരുമ്പോഴാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ ജീവനും ശരീരവും രണ്ടും തമ്മിൽ രൂപപ്പെടുന്നത്, രണ്ടും കൂടെ ഒന്നാകുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ശിവശക്തി പഞ്ചാക്ഷരി ജപിക്കുമോ. താഴെ കിടന്ന എൻ്റെ ബോഡി മേളിൽ ഞാൻ സ്കെലിറ്റൽ ബോഡി മേളിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് താഴെ കിടന്ന ഈ ബോഡിയിലേക്ക്, ഈ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന എൻ്റെ ബോഡിയെ കൊണ്ടുവരണം. ഞാൻ പെട്ടെന്ന് ഓം ഹ്രീം നമശിവായ, ഓം ഹ്രീം നമശിവായ, ഓം ഹ്രീം നമശിവായ ഇങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങനെ ജപിച്ച് മേളിൽ നിൽക്കുന്ന ആ സ്കെൽറ്റൽ ബോഡിയെ പിടിച്ച് ഇങ്ങനെ കൊണ്ട് എൻ്റെ ഈ ബോഡിയിലേക്ക് ഈ മേളിൽ നിന്നുള്ള സ്കെൽറ്റൽ ബോഡി വന്ന് ദേഹത്തിൽ ഇങ്ങനെ ഒരു ഇത് വെച്ച് ഞാൻ പെട്ടെന്ന് ഉണർന്നു. അതിനുശേഷം ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല ആ സമയത്ത്. ഓക്കെ, മാന്ത്രിക താന്ത്രിക വിഷയങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചതാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനത്തെ ഈ ശരീരം വിട്ട് ആത്മാവ് പോകുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടു. പക്ഷെ നമ്മുടെ ഈ അനുഭവം ഇത് ആദ്യമായിട്ടാണ്. അത് മറ്റു പല രീതിയിലുമാണ് ആത്മാവ് പുറത്തേക്ക് പോകുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. പക്ഷെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഭയം കൊണ്ടാണെങ്കിൽ പെട്ടെന്ന് ലൈറ്റ് ഇട്ടു, എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ഞാൻ വിചാരിച്ചാണെങ്കിൽ ഓക്കെ പുറത്ത് പോയിട്ടാണെങ്കിൽ ദുബായിൽ എപ്പോഴും 24 hours ഇവിടെ ലൈറ്റും കഫറ്റേരിയൊക്കെ വർക്കിംഗ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചാണെങ്കിൽ എന്നാൽ ഒരു കാര്യം ഞാൻ പുറത്തേക്ക് പോയി ഒരു കോഫി കുടിക്കാം എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ലൈറ്റ് ഇട്ടു. അലമാര ഞാൻ തുറന്നപ്പം ഒരു ബുക്ക് താഴേക്ക് വീഴുകയാണ്. അത് ഈ അതീന്ദ്രിയ മനഃശാസ്ത്രത്തെക്കുറിച്ച്, ഇംഗ്ലീഷിലുള്ള ഹിപ്നോട്ടിസത്തെ കുറിച്ചും അതീന്ദ്രിയ മനഃശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ ആണെങ്കിൽ ഉള്ള ഒരു ബുക്കാണ് ഇംഗ്ലീഷിൽ. അത് എവിടുന്നോ ഏതോ എൻ്റെ ഒരു സുഹൃത്തും വഴി എൻ്റെ കയ്യിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ ബുക്ക് അലമാരയിൽ നിന്ന് താഴേക്ക് വീണു. ഞാൻ ആ ബുക്ക് എടുത്ത് നോക്കി. അപ്പം അത് ബുക്ക് തുറന്നാണ് വീണത്. തുറന്ന ആ ബുക്ക് ഞാൻ തിരിച്ചെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ശരീരം വൈബ്രേറ്റായി, നിങ്ങളുടെ അതേ ബോഡി നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ ഒഴുകിപ്പോകുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ഉണ്ടായി. ശരീരം വൈബ്രേറ്റായി നിങ്ങളുടെ ആ സ്കെലിറ്റൽ ബോഡി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആണ്. അതായത് അങ്ങനെ ഒരു വ്യക്തിക്ക് അനുഭവം ഉണ്ടായാൽ അന്നേക്ക് 6 മാസത്തിനുള്ളിൽ ആ വ്യക്തി മരണപ്പെട്ടിരിക്കും. അത് അച്ചിട്ടമായിട്ടുള്ള കാര്യമാണ്. അവർ പല സയൻറ്റിസ്റ്റും ഈ പാരാസൈക്കോളജിസ്റ്റും അത് പ്രൂവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അന്നേക്ക് 6 മാസത്തിനുള്ളിൽ ഈ വ്യക്തി മരണപ്പെട്ടിരിക്കും ഇങ്ങനെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായാൽ. അതല്ല 6 മാസത്തിനുള്ളിൽ മരണപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സംതിങ് സ്പെഷ്യലാണ്. യു ആർ സംതിങ് സ്പെഷ്യൽ. നിങ്ങളൊരു സ്പെഷ്യലായിട്ടുള്ള ആളാണ്. നിങ്ങളുടെ 6 സെൻസ് വർക്കാകുന്നു എന്നാണ്. നമുക്ക് 6 സെൻസ് അല്ല, നമുക്ക് 9 ഇന്ദ്രിയങ്ങളുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്കി, ഇതാണ് പഞ്ചേന്ദ്രിയം. 6ാമത്തെ ഇന്ദ്രിയം മനസ്സ്, 7ാമത്തെ ഇന്ദ്രിയം ബുദ്ധി, 8ാമത്തെ ഇന്ദ്രിയം ബോധം,
9ാമത്തെ ഇന്ദ്രിയമാണ് കോസ്മിക് കോൺഷ്യസ്, അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ നമ്മൾ മറ്റു പേരുകൾ വിളിക്കുന്ന ഈ സംഭവം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് 6 മാസത്തിന് മരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ 6ാമത്തെ ഇന്ദ്രിയം വർക്കായിരിക്കുന്നു. അതായത് മറ്റുള്ള നോർമലായിട്ടുള്ള വ്യക്തികൾക്ക് കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും കഴിയാത്ത പല പ്രപഞ്ച രഹസ്യങ്ങളും നിങ്ങൾക്കത് കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും സാധിക്കും എന്നാണ് എൻ്റെ എഴുതി വെച്ചിരുന്നത്. അപ്പം അന്ന് മുതൽ എനിക്ക് ഭയമാണ്. ഞാൻ മരിക്കുമോ മരിക്കത്തില്ലയോ ആ ഭയമാണ്. ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞില്ല. 6 മാസം ആകുന്നതിൻ്റെ ഞാൻ അന്ന് മുതൽ കലണ്ടറിൽ ഞാൻ എഴുതി വെച്ചിട്ട് നോക്കുവാണ് എന്നാണ് 6 മാസം. അന്ന് മുതൽ 6 മാസം ഞാൻ വെയിറ്റ് ചെയ്തു. 6ാമത്തെ മാസം ആകുന്ന 12 മണി ആയപ്പോൾ ഞാനൊന്ന് ഉറങ്ങിയില്ല. കാരണം എങ്ങനെയെങ്കിലും ഈ 12 മണി ഒന്ന് കഴിഞ്ഞു പോകണം, അപ്പോൾ എങ്കിലും 6 മാസം കഴിയത്തുള്ളൂ. അപ്പം അന്ന് ഞാൻ ഉറങ്ങിയില്ല. അന്ന് ഞാനാണെങ്കിൽ 12 മണി കഴിഞ്ഞു, 1 മണി കഴിഞ്ഞ്, ഇനിയും ടൈമിൻ്റെ വേരിയേഷൻ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലോ. അന്ന് ഞാൻ ഉറങ്ങിയതേ ഇല്ല. 6 മാസം കഴിഞ്ഞ് അന്ന് ഏകദേശം ഒരു 4 മണി ആയപ്പോഴാണ് ഞാൻ കിടന്നത്. 4 മണിയായപ്പം കിടന്നു. ആസ് യൂഷ്വൽ ഞാൻ 6:30 ആകുമ്പോൾ എഴുന്നേൽക്കുന്ന ആളാണ്. അന്നൊരു 9 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റത്. അവിടെ വെച്ച് എനിക്ക് ബോധ്യപ്പെട്ടു, ഈശ്വരൻ എനിക്ക് എന്തോ സംതിങ് സ്പെഷ്യലായിട്ടുള്ള ഒരു എക്സ്ട്രാ സെൻസറി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു കഴിവ് എനിക്ക് ജന്മനാ തന്നെ തന്നപ്പോൾ ഉണ്ട് എന്ന് അന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അന്ന് മുതൽ ഞാൻ പാരാസൈക്കോളജിക്കുള്ള റിസർച്ചും കാര്യങ്ങളും ഒക്കെ പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുക. പല വ്യക്തികളിൽ ഞാൻ സ്റ്റഡി ചെയ്യും. ഒരു വ്യക്തി എൻ്റെ ഇടയ്ക്ക് വരുമ്പോഴത്തേനും അവർ നെഗറ്റീവാണോ, അവർ പോസിറ്റീവാണോ, അവർക്ക് ഏതെങ്കിലും മറ്റുള്ള പ്രശ്നങ്ങളോ, ഇതൊക്കെ എനിക്ക് സെൻസ് ചെയ്തെടുക്കാനായിട്ട് അന്ന് മുതൽ സാധിക്കും. അത് താങ്ക്സ് ഗോഡ്, ഈശ്വരനായിട്ട് എനിക്ക് തന്നിരിക്കുന്ന ഒരു കഴിവാണ്. അപ്പോൾ ഞാൻ ആ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ഇങ്ങനെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആർക്കെങ്കിലും സംഭവിച്ചാൽ അത് ഒന്നുകിൽ അവർക്ക് മരണം സുനിശ്ചിതമാണ്, അതല്ല മരണം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ എക്സ്ട്രാ സെൻസ് അവിടെ വർക്കാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടി ഞാൻ ഈ പാരാസൈക്കോളജിക്ക് ഡീപ്പായി, അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ടെലിപ്പതിക്ക്, ടെലികൈനസിസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പാരാസൈക്കോളജിയിൽ. മനസ്സിലായോ? അതിനകത്ത് ഒരു കാര്യമാണ് നമുക്ക് അദൃശ്യശക്തിയോട് സംസാരിക്കാൻ സാധിക്കുന്നത്. ചില ആൾക്കാർ ധ്യാനത്തിലിരുന്ന് കഴിഞ്ഞിട്ട് അതിൽ ഭൂതം, ഭാവി, വർത്തമാനമൊക്കെ അവർക്കാണെങ്കിൽ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പാരാസൈക്കോളജിക്കലി. ഇതൊക്കെയാണെങ്കിൽ എക്സ്ട്രാ സെൻസറി ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇത് നിങ്ങളുടെ അറിവിലേക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് വീണ്ടും അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ എനിക്ക് പരിചയപ്പെടാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ഒക്കെ എനിക്ക് താല്പര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്.